അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ ചിന്തനീയവും വളരെ പഠനാർഹവും വളരെ ആഴത്തിൽ നാം ചിന്തിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. മറ്റൊന്നുമല്ല, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യവും ആ സത്യവുമുണ്ടല്ലോ, അത് മനുഷ്യൻ്റെ കൂടപ്പിറപ്പുമാണ്, മനുഷ്യൻ്റെ സന്തത സഹചാരിയുമാണ്. ഈ ലോകത്ത് ജനിച്ചവരെല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. ഒരാളും ഈ ലോകത്ത് മരിക്കാതിരുന്നിട്ടില്ല, മരിക്കാതിരിക്കുകയുമില്ല. എന്തിനും ഏതിനും ഈ ലോകത്ത് പരിഹാരം കണ്ടെത്തുന്ന മനുഷ്യൻ മരണമെന്ന സത്യത്തിൻ്റെ അത്ഭുത പ്രതിഭാസത്തിൻ്റെ മുന്നിൽ ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാളുടെയും വിലയും നിലയും നോക്കാതെ, കുടുംബവും ഗോത്രവും നോക്കാതെ, ഏത് വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പോലും നോക്കാതെ ഓരോ മനുഷ്യൻ്റെയും വീടിൻ്റെ പടി കയറി വരുന്ന യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. മരണം എന്നത് ജീവിതത്തിൻ്റെ സകല രസച്ചരടുകളെയും മുറിച്ച് കളയുന്നതാണ്. ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുവാനും ധന്യമാക്കുവാനുമാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്നത്. മരണം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉപദേശകനാണ് മരണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥനാണ് മരണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭരണകാര്യത്തിൻ്റെ തിരക്കിനിടയിൽ സദാസമയവും മരണത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാൻ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയിലും ദാടിയിലും നരച്ച മുടികൾ വന്നപ്പോൾ ആ വേലക്കാരനെ തിരിച്ചയച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല. എൻ്റെ തലയിലെയും ദാടിയിലെയും ഈ വെളുത്ത നരച്ച മുടികളുണ്ടല്ലോ, എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. ഉമറെ നീ മരിക്കും, ഉമറെ നീ മരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പലരും പറയാറുണ്ട്. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മെ തേടി വരുന്ന യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. നിശ്ചയിക്കപ്പെട്ട സമയത്തിനപ്പുറം ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും മരണം നമ്മെ പിന്തിക്കുക ഇല്ല എന്നതാണ് മരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആ മരണം നമ്മെ തേടിയെത്തിക്കഴിഞ്ഞാൽ ഒരാകാശത്തിനോ ഭൂമിക്കോ ആ മരണത്തിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല എന്ന് നമ്മൾ അറിയണം. തലയ്ക്ക് മുകളിൽ മരണം പതിയിരിക്കുന്നു എന്ന് ഉറപ്പായും നമുക്ക് യാഥാർത്ഥ്യമായും അറിയാമായിരുന്നിട്ട് പോലും പടച്ച റബ്ബിനെ മറന്ന് നടക്കുന്നത് എത്രയോ വിരോധാഭാസമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തെ മരണത്തിൻ്റെ നൂൽപാലത്തിലൂടെ കണ്ടുമുട്ടുന്ന മനുഷ്യന് ഇനി എത്ര നാള് ഈ ലോകത്ത് ജീവിതമുണ്ടോ എന്ന് ചിന്തിക്കുക, ജീവിതം ധന്യമാക്കുക. മരണം ചിന്തിച്ചാൽ, മരണത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും മരണത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്താൽ അതുവഴി ഒരു മനുഷ്യനിക്ക് ജീവിതത്തെ ധന്യമാക്കുവാൻ കഴിയും. പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മരണത്തെ മറന്ന് ജീവിക്കുന്നു എന്നതാണ്. സദാസമയവും മരണത്തെ ഒരു ദിവസം 20 പ്രാവശ്യം ആത്മാർത്ഥമായി മരണത്തെപ്പറ്റി ചിന്തിക്കുന്ന മനുഷ്യനിക്ക് നാളെ ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മരണസ്മരണയെ അധികരിപ്പിക്കൂ എന്നും പ്രവാചകൻ പഠിപ്പിച്ചു. ഏത് നിമിഷവും അനുവാദം ചോദിക്കാതെ നമ്മിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ സദാ ഓർമ്മിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമുക്ക് കഴിയണം. ഈ വാക്കുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി തീർക്കും ഈ വാക്കുകൾ. തീർച്ചയായിട്ടും വീണ്ടും ഒരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇതുവരെയും ഈ വിനീതൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഇത് ശ്രവിക്കുന്നുണ്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരാൻ അത് കാരണമാകും. ദുആ വസിയ്യത്തോടു കൂടി നിങ്ങളുടെ ദുആ വസിയ്യത്തുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്കൊരറിവുമായിട്ട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.